ബിക്കാനീറിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ജുനഗഡ് ഫോർട്ട്. ബിക്കാനീറിലെ ഞങ്ങളുടെ അവസാനത്തെ സ്പോട്ടും ഇതാണ്. ക്യാമൽ റിസർച്ച് സെൻറ്ററിൽ നിന്നും ക്യാമൽ മിൽക്ക് കൊണ്ടുള്ള ഐസ്ക്രീം ഒക്കെ കഴിച്ചതിൻ്റെ ക്ഷീണമൊക്കെ തീർത്ത് കുറച്ചേറെ യാത്ര ചെയ്താണ് ഞങ്ങൾ ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. രാജസ്ഥാനിലെ തന്നെ മലമുകളിലല്ലാതെ പ്ലെയിൻസിൽ സ്ഥിതി ചെയ്യുന്ന അപൂർവം ചില കോട്ടകളിലൊന്നാണ് ജുനഗഡ് ഫോർട്ട്. ഒരുപാട് ബോളിവുഡ് മൂവീസിലും സീരിയലുകളിലുമൊക്കെ കണ്ടിട്ടുള്ള ഒന്നാണ് ജുനഗഡ് ഫോർട്ട്. ജയ്പൂരിൽ നമ്മൾ കണ്ട 3 ഫോർട്ടുകളും മലയുടെ മുകളിലാണല്ലോ സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കയറി ഇറങ്ങി കാണുക എന്നത് മുട്ടിന് കുറച്ച് പണി തന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിരപ്പായി വിശാലമായി കിടക്കുന്ന ഒരു കോട്ട കണ്ടപ്പോൾ ഒട്ടേറെ സന്തോഷം തോന്നി. ഈ ഫോർട്ടിന്റെ യഥാർത്ഥ പേര് ചിന്താമണി എന്നായിരുന്നു. പിന്നീടാണ് അത്രേ ജുനഗഡ് ഫോർട്ട് എന്ന പേര് വന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ രാജകുടുംബം ഇതിനുള്ളിൽ താമസിച്ചിരുന്നു അത്രേ. പിന്നീട് ലാൽഗഡ് പാലസിലേക്ക് രാജകുടുംബം മാറിയതോടെ ഇത് പബ്ലിക്കിനായി തുറന്നു കൊടുക്കുകയായിരുന്നു. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് എന്നതിനേക്കാൾ ഉപരി ലോക്കൽസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റിലീജിയസ് പ്ലേസ് കൂടിയാണ്. ഇവിടെ കോട്ടയുടെ എൻട്രൻസിൽ തന്നെ കർണിമാതാവിനെയും ഗണപതിയെയും ഒക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ പൂജയും പ്രസാദ വിതരണവുമൊക്കെ തകൃതിയായി നടക്കുന്നുമുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഫോർട്ടിന്റെ പ്രധാന കവാടത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് അത്രേ ടിക്കറ്റും ഒക്കെ എടുക്കേണ്ടത്. ആദ്യം വന്നു കയറിയപ്പോൾ ടിക്കറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊന്ന് അത്ഭുതപ്പെട്ടു. ടിക്കറ്റ് ഇല്ലാത്തൊരു രാജസ്ഥാനിലെ കോട്ടയോ, അതിനൊരു ചാൻസും ഇല്ലല്ലോ എന്ന്. കാരണം രാജസ്ഥാനിൽ ടൂറിസം അത്രയും കൊമേഴ്ഷ്യലൈസ്ഡ് ആണ്. രാജസ്ഥാനിലെ പല ടൂറിസ്റ്റ് സ്പോട്ടുകളിലും ഉള്ളതുപോലെ തന്നെ ഈ ഫോർട്ടിലെയും സെക്യൂരിറ്റിമാർ അല്പസ്വല്പം മൊടയാണ്. ഞങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലും മൊബൈൽ ജിംബലിൽ ഫിക്സ് ചെയ്ത് പോകുമ്പോൾ സെക്യൂരിറ്റിമാർ പൈസയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ജിംബൽ എന്നാൽ ഇവിടെയുള്ളവർക്ക് യൂട്യൂബറിന് തുല്യമാണ്. യൂട്യൂബർ ആണെങ്കിൽ കാണുന്നവർക്കെല്ലാം പൈസ കൊടുക്കണം എന്നൊരു ചിന്ത ഇവിടെ ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. എന്നാൽ റിസീപ്റ്റ് ഇല്ലാതെ ഒരു പൈസയും തരില്ല എന്ന് ഞങ്ങൾ നിർബന്ധം പിടിച്ചതുകൊണ്ടാകണം പിന്നീട് അവർ റെസിപ്റ്റ് വാങ്ങി എൻട്രൻസ് ഫീ മാത്രമേ ഞങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയുള്ളൂ. എൻട്രൻസ് ഫീ 50 രൂപയോ മറ്റോ ആണെന്ന് തോന്നുന്നു. ജയ്പൂരിൽ നിന്നും ബിക്കാനീറിലേക്ക് അതിരാവിലെ എത്തിച്ചേർന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ആദ്യമായി ഞാൻ ജുനഗഡ് ഫോർട്ട് കാണുന്നത്. ആദ്യം കണ്ടപ്പോൾ ആംബർ ഫോർട്ട് കണ്ടതിൻ്റെ ഒന്നും ഒരു ഗാംഭീര്യമൊന്നും ഈ ഫോർട്ടിന് തോന്നിയില്ല. എന്നാൽ അകത്ത് കയറിയപ്പോഴാണ് തോന്നിയത് ആംബർ ഫോർട്ടിനേക്കാളും മനോഹരമാണല്ലോ ഈ കൊട്ടാരമെന്ന്. ബിക്കാനീറിന്റെ സ്ഥാപകനായ റാവു ബിക്കാജി ആദ്യം ഇവിടെ ഒരു കൽക്കോട്ട പണി കഴിപ്പിച്ചിരുന്നു അത്രേ. പൂർണ്ണമായും കല്ലിൽ നിർമ്മിച്ച ആ കോട്ട രാജവംശത്തിന്റെ വളർച്ചയ്ക്ക് അനുസൃതമായി തന്നെ പലുതാകേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ 16-ാം നൂറ്റാണ്ടിൽ അന്നത്തെ മഹാരാജാവായിരുന്ന രാജാ റായ് സിംഗ് തന്റെ പ്രധാനമന്ത്രിയായ കരംചന്ദിന്റെ മേൽനോട്ടത്തിലാണ് ഈ പുതിയ വലിയ കെട്ടിടം പണി കഴിപ്പിച്ചിട്ടുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന മുഗൾ കെട്ടിട നിർമ്മാണ ശൈലിയിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ആഗ്രയിലെ റെഡ് ഫോർട്ടൊക്കെ പണി കഴിപ്പിച്ചതുപോലെ റെഡ് സാൻഡ് സ്റ്റോണിലും പിന്നീട് കുറച്ച് വൈറ്റ് സോഫ്റ്റ് സാൻഡ് സ്റ്റോണിലുമാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. മരുഗൂർജര ആർക്കിടെക്ചറിന്റെയും മുഗൾ ആർക്കിടെക്ചറിന്റെയും ഒരു സമ്മിശ്ര രൂപമാണ് ജുനഗഡ് ഫോർട്ട് എന്ന് പറയപ്പെടാം. ഞാൻ ഇത്രയും ആർക്കിടെക്ചറിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ, ഇതൊന്നും എൻ്റെ അറിവല്ല കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ പലപ്പോഴും ഫോട്ടോ എടുത്തോ നോട്ട് ചെയ്തോ ഒക്കെ സൂക്ഷിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ബ്ലൂ ലാറ്റിസ് വർക്കുകൾ പൊതുവെ രാജസ്ഥാനിലെ എല്ലാ കൊട്ടാരങ്ങളുടെയും ഒരു പ്രത്യേകതയാണ്. ഈ കാണുന്നവ പലതും ഗോൾഡിൽ പ്രഷ്യസ് സ്റ്റോൺസ് പതിച്ചിട്ടുള്ള വർക്കുകളാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അക്കാലത്തെ രാജാക്കന്മാരുടെ ഒരു വിൽപ്പവറും സമ്പത്തുമൊക്കെ ഉറപ്പായും തുറന്നു കാണിക്കുന്ന ഒരു നിർമ്മിതി തന്നെയാണ് ജുനഗഡ് ഫോർട്ട്. ഈ കൊട്ടാരത്തിൽ ഒരു 2ാം നില കൂടിയുണ്ട്. ഇവിടെ പല ഏരിയകൾക്കും പല പേരുകളാണ്. ഫൂൽ മഹൽ, അനൂപ് മഹൽ, ചന്ദ്രമഹൽ, ഗംഗാ മഹൽ, ബാദൽ മഹൽ എന്നു തുടങ്ങി കാലാകാലങ്ങളായി കൊട്ടാരത്തിൽ അഡീഷണലായി
നിർമ്മിച്ചു ചേർത്തിട്ടുള്ള എല്ലാത്തരം മഹലുകൾക്കും പ്രത്യേകം പേരുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊട്ടാരത്തിന്റെ മനോഹരമായ ഉദ്യാനവും നമുക്ക് കാണാം. തൊട്ടപ്പുറത്തു തന്നെയാണ് ബിക്കാനീറിന്റെ സ്ഥാപകനായ റാവു ബിക്കാജിയുടെ സ്മാരകവും ശവകുടീരവും ഒക്കെ ഉള്ളത്. എന്നാൽ ഇപ്പോൾ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളൊക്കെ മൂലം അത് അടച്ചിട്ടിരിക്കുകയാണെന്നും അങ്ങോട്ട് പോകുന്നത്ര സേഫ് അല്ലെന്നുമൊക്കെയുള്ള 1-2 കമന്റ്സ് കേട്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചില്ല. കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ജുനഗഡ് കോട്ട ഒരു താമസ സ്ഥലം എന്നതിലുപരി രാജകൊട്ടാരത്തിന്റെ ഒരു സംരക്ഷണ കോട്ട കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആർമറികളും എല്ലാം ഉണ്ട്. ഇവിടെ എഴുതി വച്ചേക്കുന്ന ഒരു ഫലകം അനുസരിച്ച് ബിക്കാനീർ കോട്ട ഒരേ ഒരു വട്ടം അത് പണിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ കമ്രാൻ മിർസ, മുഗൾ എംപറർ ആയിരുന്ന ബാബറിന്റെ പുത്രൻ മാത്രമാണ് അറ്റാക്ക് ചെയ്ത് ഒരു ദിവസത്തേക്ക് കീഴടക്കുകയും അന്നത്തെ രാജാവായിരുന്ന റാവു ജയ്സിംഗ് ഒരു ദിവസത്തിനു ശേഷം അത് തിരിച്ചു പിടിക്കുകയും ചെയ്തു. അന്നു തൊട്ട് ഇന്ന് വരെ ഒരു രാജവംശത്തിനോ ശത്രുക്കൾക്കോ ഈ കോട്ട പിടിച്ചടക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ആംബർ ഫോർട്ടിനെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ചുമർചിത്രങ്ങളും ഫ്രെസ്കോ വർക്കുകളും ലാറ്റിസ് വർക്കുകളും ഒക്കെയാണ് ജുനഗഡ് ഫോർട്ടിലുള്ളത്. അതും വെൽ പ്രിസർവ്ഡുമാണ്. ചൈനീസ് ലാറ്റിസ് വർക്കുകളെയും ഫ്രെസ്കോ വർക്കുകളെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവയോട് വളരെയധികം സാമ്യം ഉള്ള ഒരു രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത്. ഒരുപാട് നാടുകളിലെ ഒരുപാട് കലാകാരന്മാരുടെ പരിശ്രമത്തിന്റെ ഫലമാണ് ജുനഗഡ് ഫോർട്ടിലെ ഓരോ ചിത്രവേലയുടെയും പിന്നിൽ. പൂർവ്വ പശ്ചിമേഷ്യയെയും ഗുജറാത്തിനെയും കണക്ട് ചെയ്തിരുന്ന പ്രധാന കച്ചവട പാതയിൽ ഒന്നായിരുന്നു ബിക്കാനീർ ആ കാലത്ത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കലാകാരന്മാർ ഈ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതിൽ അത്ഭുതമൊന്നും തന്നെയില്ല. ജുനഗഡ് ഫോർട്ടിനോട് വിട പറഞ്ഞ് തിരിച്ച് താമസ സ്ഥലത്തേക്കും അവിടെ നിന്ന് ബിക്കാനീർ റെയിൽവേ സ്റ്റേഷനിലേക്കുമാണ് ഞങ്ങളുടെ പോക്ക്. ഇതാണ് ബിക്കാനീർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നും ലൈലാൻ എക്സ്പ്രസ് പിടിച്ച് നാളെ രാവിലെ ഞങ്ങൾ ജയ്സാൽമീറിൽ എത്തിച്ചേരും. ബാക്കി ജയ്സാൽമീർ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.